നമസ്കാരം. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തുകൂട്ടി 2 യുദ്ധക്കപ്പലുകളും 1 അന്തർവാഹിനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്തു. സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS നീലഗിരി, മിസൈൽ നശീകരണ കപ്പലായ INS സൂററ്റ്, ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് സബ്മറൈനായ INS വാഗ്ഷീർ എന്നിവയാണ് പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിച്ചത്. പ്രോജക്റ്റ് 17A ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് INS നീലഗിരി. 7 മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കാനുള്ള പ്രോജക്റ്റാണ് ഇത്. പ്രോജക്റ്റ് 15B ഭാഗമായി നിർമ്മിക്കുന്ന 4 യുദ്ധക്കപ്പലുകളിൽ അവസാനത്തേതാണ് INS സൂററ്റ്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ച മറ്റ് 3 യുദ്ധക്കപ്പലുകളായ INS വിശാഖപട്ടണം, INS മോർമുഗാവ്, INS ഇംഫാൽ എന്നിവ നേരത്തെ തന്നെ ഇന്ത്യൻ നേവിയുടെ ഭാഗമാണ്. 23,000 കോടി രൂപ മുടക്കി 6 ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിൽ അവസാനത്തേതാണ് INS വാഗ്ഷീർ. ഇതേ ശ്രേണിയിൽ തന്നെ 3 അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാൻ ഭാരതവും ഫ്രാൻസും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് റഷ്യയിൽ നിർമ്മിച്ച INS തുഷീൽ എന്ന യുദ്ധക്കപ്പൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായത്. റഷ്യ ഇന്ത്യക്ക് വേണ്ടി INS തമൽ എന്ന പേരിൽ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി നിർമ്മിക്കുന്നുണ്ട്. മുംബൈയിലെ മസഗോൺ ഡോസ്ക് ലിമിറ്റഡാണ് INS നീലഗിരിയും INS സൂററ്റും നിർമ്മിച്ചത്. INS സൂററ്റിന് 7,400 ടൺ ഭാരവും INS നീലഗിരിക്ക് 6,670 ടൺ ഭാരവുമാണുള്ളത്. INS സൂററ്റിനും INS നീലഗിരിക്കുമൊപ്പം കമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയായ INS വാഗ്ഷീർ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. മുംബൈയിലെ മസഗോൺ ഡോസ്കിൽ തന്നെ നിർമ്മിച്ച ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് സബ്മറൈനായ INS വാഗ്ഷീറിന്റെ ഭാരം 1,600 ടണ്ണാണ്.